മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരം മുറി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് SP ആയിരുന്ന സുജിത് ദാസിനെതിരെ പരാതി നൽകിയത് SI ആയിരുന്ന ശ്രീജിത്ത് ആയിരുന്നു. ആ ശ്രീജിത്ത് പോലീസ് ജോലി ഉപേക്ഷിച്ചു. ജോലി ഉപേക്ഷിക്കുകയാണെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് ശ്രീജിത്ത് കത്തുമയച്ചു. പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല എന്നാണ് ശ്രീജിത്ത് പറയുന്നത്. പോരാത്തതിന് ശ്രീജിത്തിനെതിരെ പ്രതികാര നടപടിയുണ്ടായി എന്നും ആരോപണമുണ്ട്. ഗുരുതരമായ ചട്ടലംഘനങ്ങളെ തുടർന്ന് പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. PV അൻവറുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ആ സസ്പെൻഷൻ. എനിക്ക് ഈ MR അജിത് കുമാറിന്റെ കാര്യങ്ങളാണെന്ന് അറിയേണ്ടത്. MR അജിത് കുമാറിന്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ്, കാരണം ഇയാളുടെ ഇപ്പൊ ഒരു സർവശക്തനായി നിൽക്കുന്നത് കൊണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലിയ അടുപ്പം ഉള്ളത് കൊണ്ടും ഇയാളെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പേടിയാ. ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് MR അജിത് കുമാറാണ്. അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലം കൈയാണ്. ഇത് ഇങ്ങനെ വേണം ചുരുക്കി പറയാം. അല്ല, അങ്ങനെ ഒരു വലം കൈയായി നിന്ന് ഈ ഗവൺമെന്റിനെ നശിപ്പിക്കുന്ന ഒരു സംവിധാനത്തിലേക്കല്ലല്ലോ അയാൾ പോകേണ്ടത്. അയാൾക്ക് അത്രയും സൗകര്യം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയും സേഫ് ഗാർഡ് ചെയ്യേണ്ട മോറൽ റെസ്പോൺസിബിലിറ്റി അയാൾക്കില്ലേ? ശരിയാണെന്നല്ലേ, പക്ഷെ ഇത് അവിടെ ഇരിക്കുന്നവർ കൂടെ തോന്നണ്ടേ? അത് ഞാൻ ചോദിക്കുന്നത്, എന്ത് മാജിക്കാണ് ഈ MR അജിത് കുമാറിന്റെ കയ്യിലുള്ളതെന്ന് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. മാജിക് എന്ന് എനിക്ക് തോന്നുന്നത് ശശി സാർ പറയുന്ന എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അന്വേഷണം നടന്നു. തിരുവനന്തപുരം റേഞ്ച് DIG റിപ്പോർട്ട് നൽകി. പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടാണെന്ന് വിലയിരുത്തി. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 5-നായിരുന്നു ഈ സസ്പെൻഷൻ. പക്ഷേ 6 മാസം തികയും മുൻപ് തന്നെ തിരിച്ചെടുത്തു. അന്വേഷണം പൂർത്തിയാകും മുൻപ് ജോലി ഉപേക്ഷിച്ചുവെങ്കിലും നിയമ പോരാട്ടം നിർത്തുന്നില്ല ശ്രീജിത്ത്. സുജിത് ദാസിനെതിരെ മാത്രമല്ല, അദ്ദേഹത്തെ സംരക്ഷിച്ചവർക്കെതിരെ കൂടിയാണ് ഇനിയുള്ള പോരാട്ടമെന്ന് ശ്രീജിത്ത് പറയുന്നു. ഈ കേരളത്തിലെ ടാക്സ് കൊടുക്കുന്ന എല്ലാവരുടെയും ബാധിക്കുന്ന ഒരു വിഷയമല്ലേ ഇത്? കാരണം എന്താണ്, ഇവിടെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ഒരു ഷെഡ്യൂളിൽ ഇനത്തിൽപ്പെട്ട ഒരു മരം അവൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് വിറ്റ് കഴിഞ്ഞാൽ അപ്പം പോലീസ് ഒന്ന് കേസെടുക്കും, അല്ലെങ്കിൽ ഫോറസ്റ്റുകാർ പിടിച്ചുകൊണ്ട് പോകത്തില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരാതികൾ. അല്ലാതെ ഞാൻ എന്നെ സർവീസ് തിരിച്ചിടണമെന്നോ ഞാൻ പുണ്യാളാണെന്നും പറഞ്ഞാൽ ഞാൻ ഒരിടത്തും ഒരു അപേക്ഷ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഇനിയും നടന്നില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇപ്പോൾ ഒരു കുഴപ്പം എന്താണ്, ഞാൻ പോലീസിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ എന്ത് ചെയ്യത്തില്ല, എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനിയിപ്പോൾ സ്വതന്ത്രമായിട്ട് എന്താണ് ഒരു സിറ്റിസന് കിട്ടുന്ന കുറേ അവകാശങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ സിറ്റിസൻ എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇനി അടുത്ത പോരാട്ടം തുടങ്ങണം, എൻ്റെ 2ാം ഘട്ടം. അതായത് SP സുജിത് ദാസിനെതിരെയുള്ള പോരാട്ടം തുടങ്ങുകയാണ്. അല്ലല്ല, അങ്ങനെ ഒരു വ്യക്തിക്കെതിരെയുള്ളൊരു പോരാട്ടം അല്ലത്. സുജിത് ദാസ് സാറ് മാത്രമല്ലല്ലോ, അദ്ദേഹം ഒരു IPS ഓഫീസറല്ലേ, അദ്ദേഹം മാത്രമല്ല, അത് അദ്ദേഹത്തെ സംരക്ഷിച്ചില്ലേ. എന്തുകൊണ്ടായിരിക്കും ശ്രീജിത്തിന് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നത്? ആരായിരിക്കും സുജിത് ദാസിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്? മേൽത്തട്ടിലുള്ള IPS ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ മറച്ചു പിടിക്കുന്ന ബിഗ് ബോസുകൾ ആരാണ്?